ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു കുഞ്ഞു ഗ്യാപ്പിന് ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുക. അപ്പം ഇന്നത്തെ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു കഴിഞ്ഞ വീക്ക് കുറച്ച് തിരക്കായിരുന്നു. കാരണം February 6 to 9 MBIFL മാതൃഭൂമി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൻ്റെ കനകക്കുന്ന് കൊട്ടാരത്തിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. നല്ല നല്ല അടിപൊളിയായിട്ടുള്ള സെഷൻസും ഒരു ഫെസ്റ്റിവൽ തന്നെയായിരുന്നു തിരുവനന്തപുരത്ത്. അപ്പം അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നു. എല്ലാ ദിവസവും പകലൊക്കെ പോകാൻ പറ്റിയില്ലായിരുന്നെങ്കിലും ഞാനൊരു 3 മണി ഒക്കെ തുടങ്ങി പോവായിരുന്നു. നല്ല രസമായിരുന്നു. അതിൽ എന്നെ ഏറ്റവും അധികം അട്രാക്റ്റ് ചെയ്തത് ഇൻസ്റ്റലേഷൻ തന്നെ ആയിരുന്നു. അത് ഞാൻ ഇതിൽ കാണിക്കാം. ഞാനൊരു ചെറിയ വീഡിയോയും കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്, അപ്പം നിങ്ങൾക്കത് കാണിച്ചു തരാം. അപ്പം ആ ഇൻസ്റ്റലേഷൻ, അതിൻ്റെ തീം എന്താണ്, നമ്മുടെ ഇത്തവണത്തെ മാതൃഭൂമി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൻ്റെ തീം ചോദിച്ചു കഴിഞ്ഞാൽ കറൻറ്റ് ഓഫ് ചേഞ്ച് ആയിരുന്നു. സമൂഹത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ അല്ലെങ്കിൽ വിവിധ വശങ്ങളിൽ സംഭവിക്കുന്ന പരിവർത്തനത്തെക്കുറിച്ച്. എപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്നത്തേത്, അല്ലേ? അപ്പോൾ ആ മാറ്റങ്ങളെക്കുറിച്ചൊക്കെയായിരുന്നു ഇത്തവണത്തെ MBIFL ഓരോ സെഷൻ്റെയും ചർച്ചകളും. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊക്കെ സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയുള്ളൂ, കാണാൻ പറ്റിയുള്ളൂ, കേൾക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ പോലും എല്ലായിടത്തും ഓരോ സ്റ്റേജുകളിലും ഞാൻ കണ്ടതും അത് തന്നെയായിരുന്നു. ഒരു സോഷ്യൽ മൂവ്മെൻറ്റ്സ്, അതിനെക്കുറിച്ച് പല പല സബ്ജക്റ്റുകളെക്കുറിച്ചുള്ള ഡിസ്കഷൻസ്. നമ്മുടെ MP ശശി തരൂർ സാറിൻ്റെ മുതൽ എഴുത്തുകാരായ T പത്മനാഭൻ, M മുകുന്ദൻ സാർ, പിന്നെ അങ്ങനെ തുടങ്ങി മനു പിള്ള, ഇഷ്ടംപോലെ. ഞാനിപ്പോൾ ദിവ്യ S അയ്യരുടെ, പത്മപ്രിയ, സരസ്വതി നാഗരാജൻ്റെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല രസമായിരുന്നു, കേൾക്കാനും നല്ല രസമായിരുന്നു. പക്ഷേ നമുക്കെല്ലാം ഒരേ ടൈമിൽ തന്നെ വിവിധ സ്റ്റേജുകളിൽ വിവിധ സെഷൻസ് നടക്കുമ്പോൾ നമുക്ക് ഏത് കാണണം എന്നൊരു കൺഫ്യൂഷനായിരുന്നു. എങ്കിലും കുറച്ചൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഞാൻ കണ്ടു. അതിനകത്ത് നമ്മുടെ പുതിയ എഴുത്തുകാരായ അഖിൽ ധർമ്മജനും പിന്നെ നിംന വിജയ്, ജിസ്മ, അവരുടെയൊക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു ഡിസ്കഷൻ ഒരു സ്റ്റേജിലുണ്ടായിരുന്നു. അതിനകത്തൊക്കെ പറയുന്നത് ഇപ്പോൾ ട്രാൻസ്ജെൻഡറിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ്, റാം കെയർ ഓഫ് ആനന്ദി, അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അഖിൽ. പിന്നെ നിംന വിജയിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടെന്ന് പറഞ്ഞ ആ ഒരു സ്റ്റോറിയെക്കുറിച്ച്, ആ ഒരു കഥയെക്കുറിച്ച്. അതുപോലെ ജിസ്മ ഫേസിൻ്റെ ഒരു സ്റ്റോറിയുണ്ട്. ഞാൻ പക്ഷേ ആ കുട്ടിയുടെ ആദ്യം കേൾക്കുകയാണ്. പക്ഷേ ജീവിച്ചിരിക്കാൻ മരിച്ച മനുഷ്യർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി, ഇഷ്ടംപോലെ സ്റ്റോറികൾ ആ കുട്ടി എഴുതിയിട്ടുണ്ട്. എങ്കിലും എനിക്ക് നല്ലൊരു എഴുത്തുകാരിയാണ്. അപ്പോൾ നമ്മളത് വായിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ടച്ച് ചെയ്ത് പോകുന്ന ഒരു സ്റ്റോറിയാണ്. എപ്പോഴെങ്കിലും നമ്മളൊക്കെ എപ്പോഴെങ്കിലും ജീവിച്ചിരിക്കാൻ തന്നെ മരിച്ചതുപോലെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു കഥ. പിന്നെ സങ്കടക്കടലിൽ ആഴ്ന്നു പോകുന്ന ജീവിതങ്ങളെക്കുറിച്ചുള്ള സ്റ്റോറീസൊക്കെ ജിസ്മ ഫേസ് എഴുതിയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡിസ്കഷൻസ്, അങ്ങനെ എല്ലാം. എഴുത്തുകാരൊരു സൈഡ്, അതുപോലെ തന്നെ യുവരാഷ്ട്രീയത്തെക്കുറിച്ച് സന്ദീപ് വാര്യർ, രാഹുൽ മാങ്കൂട്ടം തുടങ്ങി ഉള്ള രാഷ്ട്രീയ പ്രവർത്തകർ യുവ രാഷ്ട്രീയത്തെക്കുറിച്ചും അവരുടെ കാഴ്ചപ്പാടിനെക്കുറിച്ചും ഉള്ള ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ച്, സോഷ്യൽ മൂവ്മെൻറ്റ്സിനെ കുറിച്ചുണ്ടായിരുന്നു. പിന്നെ ടെക്നോളജിയെക്കുറിച്ച്, ആർട്ട് ആൻഡ് ടെക്നോളജിയെക്കുറിച്ചുള്ള ന്യൂ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചുണ്ടായിരുന്നു, AI കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ദിവ്യ S അയ്യരുടെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. എനിക്ക് കുറേയൊക്കെ ഞാൻ കാണാൻ പറ്റി, കേൾക്കാൻ പറ്റിയിരുന്നു. പിന്നെ ഒരെണ്ണം ഞാൻ കണ്ടത് രേഖാ മേനോനും ശ്വേത ത്രിപാഠി, അത് നിങ്ങളൊക്കെ കണ്ടു കാണിക്കും. മിർസാപ്പൂ എന്ന് പറഞ്ഞ ഒരു ഗോലു എന്ന് പറഞ്ഞൊരു കഥാപാത്രം, ഒരു ക്യാരക്ടർ ചെയ്ത ഒരു മിർസാപ്പൂ എന്ന് പറഞ്ഞൊരു വെബ് സീരീസാണ്. അപ്പം അതിൽ ഗോലു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്താണ് ഈ ശ്വേത ത്രിപാഠി എന്ന് പറയുന്നത്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അവരൊരു ഇന്ത്യൻ ആക്ട്രസ്സാണ്. അവരുടെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അവരും രേഖാ മേനോനും കൂടിയിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മാതൃഭൂമിയുടെ ഇപ്പം തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയായിരിക്കും, പിന്നെയും ദൂരെ നിന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഇതേപോലത്തെ 4 ഇതാണ് നമുക്ക് കിട്ടുന്നത്, 4 ദിവസം, February 6 to 9. ഇത് ഫസ്റ്റ് ഡേ ആണ്. ഡേ ഫസ്റ്റിൽ മാതൃഭൂമി ഹാളിൽ നടന്നതും എല്ലാം ഓരോ ഹോളാണ്. ഇതിപ്പം ബാംബു ഗ്രോവ് എന്ന് പറയുന്നു, ബാർഡ് റൂം, ഹാൾ ഓഫ് ലെറ്റേഴ്സ്, ആൽഫാവേഴ്സ്, ഫെസ്റ്റിവൽ ഹാൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്റ്റേജാണ്. എന്നിട്ട് ഈ സ്റ്റേജിൽ ഇതേപോലത്തെ 4 ദിവസം
മുഴുവൻ ഓരോ സെഷൻസാണ്. മലയാളി ഇനി എവിടെ വീട് വയ്ക്കും, ചെറുകഥയിലെ ചെറുതല്ലാത്ത വഴികൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സെഷൻസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്ത്, അതേപോലെ സോളിഡ് വേസ്റ്റ് സോ വാട്ട് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് സെഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ്. ഇങ്ങനെ 4 ദിവസവും നമ്മൾ അവിടുന്ന് നമുക്ക് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അവിടുന്ന് നമുക്ക് ഇതേപോലത്തെ ഓരോ അന്നത്തെ ദിവസത്തെ പ്രോഗ്രാമിൻ്റെ ഒരു ചാർട്ട് കിട്ടും. പ്രോഗ്രാം ചാർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 4 ദിവസവും 4 ചാർട്ട് കിട്ടും. അതുപോലെ തന്നെ ഒരു ID കാർഡ് ഉണ്ടായിരുന്നു. അതിങ്ങനെ MBIFL അതുകൊണ്ട് നമുക്ക് എൻട്രി പാസ് കിട്ടുകയുള്ളൂ. പിന്നെ 2 ഡയറി, ഇതേപോലത്തെ ഒരു 2 ഡയറി, ഓരോരുത്തർക്കും ഓരോ ഡയറി കിട്ടും. അപ്പം ഇത് ഇങ്ങനത്തെ ഒരു ഡയറി നമ്മൾ ടിക്കറ്റ് എടുത്തവർക്ക് കിട്ടുന്നതാണ്. 4 ദിവസത്തെ കൂടെ. അപ്പം 4 ദിവസത്തെ ടിക്കറ്റ് ചാർജ് 1000 രൂപയായിരുന്നു. അപ്പം 1000 റുപ്പീസിന് ഇതേപോലത്തെ ഒരു ഡയറി ഒക്കെ കിട്ടും. അപ്പം അതും നല്ല രസമായിരുന്നു. ഒരു പെന്നുണ്ട്. പിന്നെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ വ്യാഴം, വെള്ളി, ശനി, ഞായർ കൊണ്ട് പ്രോഗ്രാം തീർന്നു. ഈ മാതൃഭൂമി ഫെസ്റ്റിൻ്റെ എൻഡായി. പിന്നെ അതിൻ്റെ കുറച്ചൊക്കെ കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. പിന്നെ പക്ഷേ ഒരു കാര്യം, ബാൻഡ് ഉണ്ടായിരുന്നു. ശ്വേതാ മോഹൻ്റെ ബെന്നറ്റ് ആൻഡ് ബാൻഡ് എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ടായിരുന്നു. വെൻ ചായ് മെറ്റ് ടോസ്റ്റ് എന്ന് പറഞ്ഞൊരു ബാൻഡിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിയൽ ബാൻഡിൻ്റെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല രസമാണ്. ഞാനപ്പം ഇതൊക്കെ വീഡിയോ എടുത്തു. പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതെല്ലാം കോപ്പിറൈറ്റ് വരും, അതുകൊണ്ട് ഇതൊന്നും എനിക്ക് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് അതൊന്നും ഇടാൻ പറ്റാതായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ അതൊക്കെ കാണിച്ചു തന്നേനെ. ഞാൻ നോക്കിയപ്പം ആരും തന്നെ ഇട്ടിട്ടില്ല, റീൽസ് പോലും ആരും ഇട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി അതാർക്കും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ഞാനത് ഇടാത്തത്. ബാക്കി ഇടാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടതും, രാമശ്ശേരി ഇഡലി അങ്ങനത്തെയൊക്കെയുള്ള, അത് എല്ലാ വർഷവും വരുന്നതാണ്. അത് പാലക്കാട് നല്ല രാമശ്ശേരി ഇഡലി ഒക്കെ കഴിച്ചു. അതൊക്കെ നല്ല രസമായിരുന്നു. എന്താണെങ്കിലും ഈ 4 ദിവസം നല്ലതായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ഫുൾ ഡേ ഒന്നും പോയില്ലെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു 4 ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇന്നലെ, അപ്പം അത് സൺഡേ കഴിഞ്ഞു. പിന്നെ സൺഡേ ഒന്ന് വീട്ടിൽ പോയി. പിന്നെ മൺഡേ കുറച്ച് തിരക്കായിരുന്നു, കുറച്ച് വർക്കിൻ്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മൺഡേ, ട്യൂസ്ഡേ അങ്ങനെ 2 ദിവസമൊക്കെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഒരു പെൻഡിങ് ആയി പോയായിരുന്നു കുറച്ച് വർക്കൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് തീർത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ മിനിങ്ങാന്നാണ് പിന്നെ ഒരു നമ്മുടെ ഞാനും കൂടെ മെമ്പറായിട്ടുള്ള ഒരു എംപവർ ഫൗണ്ടേഷൻ ഉണ്ട്. 3 ഡയറക്ടേഴ്സ്. ഞാൻ മുമ്പ് നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം ആ ഒരു ഫൗണ്ടേഷൻ്റെ നമ്മുടെ തിരുവനന്തപുരത്തെ ചാപ്റ്ററിൻ്റെ ആനുവൽ ഡേ വരെയാണ്. അടുത്ത 23rd വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് +2 കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികൾക്ക് ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പം അത് അവർക്ക് തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നല്ലൊരു ഓർഗനൈസേഷനാണ്. അപ്പം അതിൻ്റെ ഒരു തിരുവനന്തപുരത്തെ ഉള്ള കുറച്ച് മെൻറ്റേഴ്സും ഒരു ഡയറക്ടറുണ്ട് ഇവിടെ, ഡീറ്റ ചേച്ചി എന്ന് പറഞ്ഞാൽ അതെൻ്റെ കസിൻ തന്നെയാണ്. അപ്പം അത് അവരുടെ ഒരു ഫംഗ്ഷൻ ഇനിയിപ്പം കുട്ടികളും ഒക്കെ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ 23rd വരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, ചീഫ് ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി സ്റ്റൈൽ പ്ലസ് ഇന്നലെ മിനിങ്ങാന്നാണ് പോയത്. ഇപ്പം മിനിങ്ങാന്ന് സ്റ്റൈൽ പ്ലസ്സിൽ പോയി. പിന്നെ അവിടുത്തെ കുറച്ച് അവിടുത്തെ ഐസ്ക്രീമും അങ്ങനത്തെ ഒക്കെ ഉള്ളതും, പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് പന്തൽ എന്ന് പറഞ്ഞൊരു ചെറിയ കോഫി ഷോപ്പ് പുതിയത് വന്നിട്ടുണ്ട്. കുറച്ച് നാളായി ഞാൻ പോകാൻ പറ്റിയില്ല. അപ്പം അവിടുത്തെ ഉള്ള കാര്യങ്ങളും. പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ പുറത്ത് പോയി അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ചുമ്മാ ഞാൻ സീനറിയൊക്കെ എടുക്കുന്നല്ലാതെ എനിക്ക് അങ്ങനെ എടുക്കാൻ കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇനിയും തുടങ്ങി ഞാൻ വിചാരിച്ചു എൻ്റെ ലൈഫിലെ ഓരോ ദിവസത്തെ കാര്യങ്ങളും ഞാൻ പുറത്ത് പോയി ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ അറിയാനല്ലേ നിങ്ങൾക്ക് ആഗ്രഹം. എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഞാൻ മോട്ടിവേഷണൽ ടോക്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇൻട്രസ്റ്റ് ഒന്നുമില്ല കാണാൻ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാം. അപ്പം ഞാൻ പോകുന്നതും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും എൻ്റെ വ്യൂവേഴ്സിനോടും ഒക്കെ ഷെയർ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സിനെ പോലെ തന്നെയല്ലേ, എൻ്റെ ഫാമിലി തന്നെയാണ്. അപ്പം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ടായതുകൊണ്ട് ഈ പന്തൽ എന്ന് പറഞ്ഞ കോഫി ഷോപ്പിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഈ മൊബൈൽ വെച്ചിട്ട് എൻ്റെ തന്നെ എടുക്കുന്നതാണ്. അപ്പം എൻ്റെ കൂടെ മഞ്ചേട്ടൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോ എടുക്കാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഒരു ഇൻഹിബിഷനാണ്. ആരെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ വിചാരിക്കും എന്നൊക്കെ ചോദിച്ച് ആദ്യമൊക്കെ മടിച്ചു നിന്നെങ്കിൽ പിന്നെ ഞാൻ 2 കൽപ്പിച്ച് കുറച്ചൊക്കെ എടുത്തു. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു ഇനി അങ്ങനത്തെ ഉള്ള കാര്യങ്ങളായിരിക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. അപ്പം നമ്മൾ ഇറങ്ങി തിരിച്ചാൽ മാത്രമേ നമുക്കിങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പക്ഷേ ആദ്യം ഒരു മടിയാണ്.
അയ്യോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു മടി നമുക്ക് ആദ്യം എപ്പോഴും വരുമല്ലോ. നമ്മൾ എത്ര ബോൾഡാണ്, എത്ര കോൺഫിഡൻ്റ് ആണെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു സൊസൈറ്റി ജീവിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു പേടിയാണ്. സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ ഞാൻ. അപ്പം അതെനിക്ക് എപ്പോഴും ഒരു ഇതാണ്. പക്ഷെ അത് ഞാൻ മാറ്റി എൻ്റെ മൈൻഡിൽ നിന്ന് ഞാൻ വീണ്ടും അതിനെ മാറ്റി ഞാൻ കുറച്ച് ബോൾഡായിട്ട് വരികയാണ്. ഞാൻ നല്ല ബോൾഡാണ്, പക്ഷേ എങ്കിൽ പോലും എനിക്ക് ഇപ്പം ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ പോയിട്ട് എൻ്റെ വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ, സെൽഫായിട്ട് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു ചമ്മലൊക്കെ വരികയാണ്. അപ്പം അത് ഒന്ന് കഴിഞ്ഞ ദിവസമാണ് എടുത്തത്. പക്ഷെ അതിന് കുറച്ച് അത്രയൊന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക്. പക്ഷെ നല്ല സൂപ്പർ കോഫിയൊക്കെയാണ് പന്തലിൽ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പം വുഡ്ലാൻഡ് എന്ന് പറഞ്ഞ അവിടെ ഒരു മഞ്ചറിന് ഒരു ഷൂ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കയറി അതിൻ്റെ രണ്ട് ഷൂ വാങ്ങിച്ചു. ഇത്രയൊക്കെ കൊണ്ട് ആ വീഡിയോ അങ്ങ് ക്ലോസ് ചെയ്തു. അത്ര ഞാൻ സംഭവിച്ചുള്ളൂ. കാര്യം കഴിഞ്ഞ ഒരു 2 ദിവസം. ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ മടിച്ച് നിന്ന കാര്യം നടക്കത്തില്ല. കാര്യം എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഞാൻ ഇറങ്ങി തിരിച്ചേ മതിയാവുമെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം വൈകുന്നേര സമയത്ത് എനിക്ക് തോന്നുന്നു, വൈകിട്ട് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളല്ലോ ഇവിടെ. അപ്പം ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം പുറത്തു പോവുക, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം കാണുന്നതൊക്കെ ഞാൻ വീഡിയോ എടുക്കുക, എന്നിട്ട് എൻ്റെ വ്യൂവേഴ്സിനോട് ഇത് ഷെയർ ചെയ്യുക. അങ്ങനെയൊക്കെയാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. അത് പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അത് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആവും. അപ്പം അതല്ലാതെ എനിക്ക് ഇപ്പം ഇതേപോലത്തെ എൻ്റെ മനസ്സിൽ തോന്നുന്ന മോട്ടിവേഷനുള്ള കാര്യങ്ങളാണെങ്കിലും മോട്ടിവേഷണൽ ടോക്സ് ആണെങ്കിലും അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കണ്ടന്റ് കിട്ടുമ്പോൾ ഞാനത് പറയാം. അതല്ലെങ്കിൽ എന്നും നമ്മൾ ഈ മോട്ടിവേഷണൽ മാത്രം പറയുമ്പോൾ അതൊരു ടോക്സിക് മോട്ടിവേഷനായിപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ മോട്ടിവേഷൻ തന്നെ എന്തിനും നമ്മളങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് ബോറടിക്കും. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയായിരിക്കും വ്യൂവേഴ്സ് കുറയുന്നതും. അപ്പം എൻ്റേതായിട്ടുള്ള നോർമൽ കാര്യങ്ങൾ കാണാനായിരിക്കും ആൾക്കാർക്ക് താല്പര്യം. അപ്പം അങ്ങനത്തെ ഉള്ള വീഡിയോസും ഇനി ചെയ്യാൻ പോവുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ള് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എങ്കിൽ മാത്രം നമുക്ക് ആരും കാണുന്നില്ലെന്ന് കാണുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള താല്പര്യം കുറയും. ഇതിപ്പം എന്നെപ്പോലെ ഉള്ളവർ വീഡിയോ ചെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും എല്ലാവരും കാണുക, എല്ലാവരുടെ വീഡിയോയും കാണുക. എൻ്റെ മാത്രമല്ല, എല്ലാവരുടെ വീഡിയോയും കാണണം, പ്രോത്സാഹിപ്പിക്കണം. എന്നാലേ അതൊക്കെ നമുക്കൊരു എൻകറേജ് നമ്മളെയൊക്കെ എൻകറേജ് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും കാണൂ ഈ വീഡിയോ. ഞാൻ കുറച്ചൊക്കെ എൻ്റെ വോയിസ് ഓവറും ഒക്കെ ഇട്ട് ഞാനത് റെഡിയാക്കി തരാം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. ഇതാണ് കാ ഫെസ്റ്റിവലിൻ്റെ ഇനാഗുറേഷൻ ടൈം. ഇത് നല്ല ഭംഗിയായിരുന്നു, കാണാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്, MBIFL 25 എന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ ഇൻസ്റ്റലേഷൻ. ഈ ഇൻസ്റ്റലേഷനാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഏറ്റവും അട്രാക്റ്റഡായിട്ടും എനിക്ക് തോന്നിയിട്ടത്. അപ്പം ഇത് നോക്കൂ, നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ ഒരു മെഷീൻ വെച്ചിട്ടാണ് ഇതിങ്ങനെ, എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ കറങ്ങുന്നതാണ്. ഇതിങ്ങനെ ഫുൾ ടൈം ഈ 4 ഡേയ്സും ഫുൾ ഡേ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിരുന്നു ഇത് കാണാൻ. പിന്നെ റൈറ്റ് സൈഡിലാണ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ കൗണ്ടർ. അവിടെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞ ആ പ്രോഗ്രാം. പിന്നെ ഇവിടെ ഞാൻ കണ്ടത് തെയ്യത്തിൻ്റെ ആയിരുന്നു. ആ പുള്ളി എന്നെ നോക്കുന്നതാണ്. നാടൻ കലകളും ഒരു സൈഡിൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഇതിൻ്റെ MBIFL 25 എന്ന് പറഞ്ഞ് എഡിഷൻ 6 ആയിരുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും പിക്ചർ വെച്ചിട്ടുള്ള ഒരു ചെറിയ പോസ്റ്റർ പോലായിരുന്നു അത് വെച്ചിരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ രാമശ്ശേരി ഇഡലി വരുന്നത്. ഇത് പാലക്കാട് നിന്ന് വരുന്നതാണ്. ഇത് ഈ പയ്യനോട് ഞാൻ സംസാരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ പറഞ്ഞു അരി ഉഴുന്നും മാത്രം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അത് വളരെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ രാമശ്ശേരി ഇഡലി. കഴിഞ്ഞ വർഷവും MBIFLന് ഞാനിത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ചട്നിയും സാമ്പാറും ഒക്കെ ഇതിനായിരുന്നു കൂടുതൽ ആൾക്കാരും വന്നത്. ഇതിൻ്റെ മറ്റേ സൈഡിലാണ് ഈ ചായ കടിയൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ അത് രാജധാനി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൻ്റെ ആയിരുന്നു ബാക്കിയുള്ള ഫുഡൊക്കെ. ഇവർ രാമശ്ശേരി ഇഡലി മാത്രം. അതിങ്ങനെ ദോശ പോലെയാണ് ഇരിക്കുന്നത് ഈ ഇഡലി. പക്ഷെ പാലക്കാട് നിന്നാണ് ഈ പയ്യനൊക്കെ പാലക്കാട് നിന്നാണ്. അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്, പുളിയൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് ഈ ഇഡലി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ 2 ഇഡലി ഞാനും കഴിച്ചു, മഞ്ചേട്ടനും 2 ഇഡലി കഴിച്ചു. നല്ല രസമായിരുന്നു. അപ്പം ഒരു ദിവസം ഞാൻ കഴിച്ചുള്ളൂ ഇത് കേട്ടോ. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന വിധമാണ്, ഇതിങ്ങനെ ഇതിലേക്ക് വെക്കും, അത് മുഴുവൻ ഇങ്ങനെ നൂല് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കുന്ന ഒരു വല പോലെ സ്ഥാനത്തിനോട് ഒരു ചെറിയ ഒരു തുണി ഇടുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഇഡലിയുടെ മാവ് ഇങ്ങനെ വെക്കുന്നത്. അങ്ങനെ ഒരു ദോശ പോലെയാണ് അത് പരത്തുന്നത്. അത് കഴിഞ്ഞിട്ട്
അതെടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് ഇവിടെ വെന്തതുണ്ട് അതിന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കതൊന്ന് കാണണം, വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ പയ്യെ സമ്മതിച്ചു, എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ ആയതാണ്, റെഡി ആയതാണ്. അതിന് ഇതിൻ്റെ അടുത്ത് ഇപ്പം ഈ ഉണ്ടാക്കുന്ന പെട്ടെന്ന് അങ്ങ് തീർന്നു പോവുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ചായ, വട, ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ എല്ലാം ജങ്ക് ഫുഡ് ആണെങ്കിലും ഞാൻ മോൻ്റെ ഫ്രണ്ടാണ്, അവിടെ വെച്ച് കണ്ടതാണ്. ജോയൽ എന്നാണ് പേര്, നിറ്റൻ. ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ തന്നെ ഒരു സെൽഫി എടുത്തതാണ്, വെറുതെ ഇങ്ങനെ ഒന്ന് കറക്കി ഒന്ന് എടുത്തതാണ്. പക്ഷെ എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റിയില്ല ആ സമയത്ത്. കാര്യം അതുപോലെ റഷാണ്, ആൾക്കാർ അതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ജസ്റ്റ് ഞാനൊന്ന് എടുത്തതാണ്. ഇതുവഴിയാണ് എൻട്രൻസൊക്കെ കയറി പോകാനൊക്കെ ഉള്ള സ്ഥലമൊക്കെ അതുവഴിയാണ്. ഇത് നൈറ്റിൽ ഞാൻ കാറിൽ വെച്ചെടുത്ത ഇൻസ്റ്റലേഷനാണ്. അത് നല്ല ഭംഗിയാണ്. ഇത് ഞാൻ റീൽസ് കേട്ടിട്ടുണ്ട്, പക്ഷെ നല്ല രസമാണ് അത് കാണാൻ. എത്ര ഭംഗിയാണെന്നറിയാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മോഡല്, ഈ ഒരു തീമും കറണ്ട് ഓഫ് ചേഞ്ച് ഭയങ്കര ഒരു രസമാണ്. അത് ആരുടെ മനസ്സിൽ ഉദിച്ചാണ് ഈ ഒരു ഐഡിയ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, അമേസിങ് ആയിരുന്നു. പിന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ സ്റ്റൈ പ്ലസിൽ മിനിങ്ങാന്ന് വൈകുന്നേരമാണ് പോയത്. സ്റ്റൈ പ്ലസിൽ പോയിട്ട് കുറേ നാൾ കൂടിയാണ് സ്റ്റൈ പ്ലസിൽ പോകുന്നത്. ഇവിടെ അടുത്ത് ക്രൈസ്റ്റ് നഗർ ICSE ആയിരുന്നു പഠിച്ചത്. അപ്പം ഈ ക്രൈസ്റ്റ് നഗർ സ്കൂളിൻ്റെ കുറച്ചങ്ങോട്ട് വിടും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സ്റ്റൈ പ്ലസ്. അപ്പോൾ അവിടെ ചെന്ന് അവിടെ എൻട്രി തന്നെ ഇതേപോലെ നല്ല ബുദ്ധനെയൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ ഒന്ന് എടുക്കാം. അപ്പോൾ ആദ്യം എനിക്ക് എടുക്കാൻ പറ്റുമോ എന്നറിയില്ലായിരുന്നു. അങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി അങ്ങനെ വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം മഞ്ചേട്ടൻ എന്നോട് പറഞ്ഞു എടുക്കാൻ പറ്റില്ല, ചിലപ്പോൾ അവർ വിലക്കുമായിരിക്കും എന്ന് പറഞ്ഞു. അത് എന്നാലും ഞാൻ പറഞ്ഞു ഇന്ന് നോക്കട്ടെ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ 2 ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 2-3 ഗിഫ്റ്റ്, അപ്പോൾ ഈ ഗിഫ്റ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. ആ ഒരു നെറ്റിപ്പട്ടം വെച്ച ഒരു ആനയുടെ. പിന്നെ ഇതൊരു ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഒരു ഗെയിമാണ്. നല്ല രസമാണ് ആ ഗെയിം, കാണാനൊക്കെ നല്ല ഭംഗിയാണ്, കളിക്കാനും നല്ല രസമാണ്. പക്ഷേ ഇപ്പുറത്തെ 2 സൈഡിൽ 2 പേര് നിൽക്കണം. പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ ഈ സൈഡിൽ നിൽക്കാം, മറ്റേ സൈഡിൽ മഞ്ചേട്ടൻ നിൽക്കും കളിക്കാമെന്ന് പറഞ്ഞു. ത്തേക്ക് ഒന്ന് വന്ന് കളിച്ചിട്ട് അങ്ങ് പോയി പുള്ളി. പിന്നെ ഞാൻ തന്നെ എല്ലാം എടുത്തു വെച്ചിട്ട് ഇങ്ങനെ വെറുതെ കുറച്ച് നേരമൊക്കെ കളിച്ചു. നല്ല രസമായിരുന്നു അതൊക്കെ. എന്താണെങ്കിലും എനിക്ക് മോൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഈവനിങ് ടൈം എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. ആ സമയത്താണ് ഞാൻ വിചാരിച്ചത് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചൊരു മൈൻഡിനൊരു റിലാക്സേഷൻ കിട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നു. മറ്റേ ഭയങ്കര ലോൺലെസ് ഫീൽ ചെയ്യുന്നു. കാര്യം മോൻ അങ്ങ് പോയി, അവൻ പഠിക്കാൻ പോയതോടെ ഞങ്ങൾ 2 മാത്രമല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് ആ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊണ്ട് കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഈ ഗെയിം എന്താണെന്ന് അറിയില്ല. പിന്നെ ഞാൻ അവിടെയുള്ള സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളിയാണ് എനിക്കിത് പറഞ്ഞത്, ഇതിങ്ങനെയാണ് അത് ഇടുന്ന, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. എന്നാലും 2 പേര് വേണം കളിക്കാനേ. അതപ്പോൾ മഞ്ചേട്ടൻ ഇത് അങ്ങോട്ട് ഒട്ടും കോപ്പറേറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ തന്നെയാണ് ഇത് തട്ടി കളിക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും ഞാൻ കുറച്ച് സമയമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇതൊക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെ എടുത്തതാണ്. ചുമ്മാ അവിടെ ഗിഫ്റ്റിൻ്റെ ഒരു സെക്ഷനുണ്ട്. ആ സെക്ഷനിൽ ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വീഡിയോ എടുത്തോളൂ. എന്തൊരു ഭംഗിയാണെന്നറിയോ സ്റ്റൈ പ്ലസിൽ കാണാൻ. അവിടെ വന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ പണ്ട് പോയിട്ടുണ്ട്, ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം സ്റ്റൈ പ്ലസിൽ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പം നോക്കിയപ്പോൾ കുറേ പുതിയ ഹോം ഡെക്കർ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ വന്നിരിക്കുന്നു. നല്ല നല്ല ഭംഗിയല്ല, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും യുണീക്ക് ആയിട്ടുള്ളതുമായിട്ടുള്ള ഇഷ്ടം പോലെ സംഭവങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. നല്ല രസമാണ് കാണാനത്. ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും നമ്മൾ ബാസ്കിൻസ് ആൻഡ് റോബിൻസിലെത്തി. ഞാൻ പറഞ്ഞല്ലോ അവിടെ ഐസ്ക്രീം കഴിച്ചെന്ന്, അതിൻ്റെ വീഡിയോ ഇപ്പോഴാണ് വന്നത്. ഇതപ്പം ഞാൻ ആ പയ്യനോട് ചോദിച്ചു ഇത് ഏത് ഐസ്ക്രീമാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതെന്ന് പറഞ്ഞപ്പം ആ പയ്യൻ എന്നോട് പറഞ്ഞു ഇതാണ് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പേര് ഇവിടെ കാണിക്കാം. ഇപ്പം ഞാനത് എടുത്തിട്ടുണ്ട് ആ പേര്. അപ്പം ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ആ ഐസ്ക്രീം, നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഐസ്ക്രീമാണത്. അപ്പം ഇതാണ് അതിൻ്റെ പേര്. അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നോക്കൂ, പ്രലൈൻസ് ആൻഡ് ക്രീം എന്നാണ് പേര്. നല്ല ടേസ്റ്റ് കണ്ടോ. ഇതൊരു കപ്പിനകത്ത് ഇങ്ങനത്തെ ഈ ഒരു കപ്പ് തന്നെ എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന ഒരു മോൻ കഴിക്കണം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതി തോന്നി. ഞാനിത് വാങ്ങിച്ചതാണ്. ഇതിനകത്ത് ഈ ഒരു ഐസ്ക്രീമാണ് ഇട്ടിരിക്കുന്നത്. ചെറിയ സ്കൂപ്പാണ് വാങ്ങിച്ചത്. പക്ഷേ ഞാൻ മാത്രമേ ഉള്ളൂ കഴിക്കാൻ, വേറെ ആരും ഇല്ല. മനുഷ്യരുടെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാത്രം ഇതിരുന്ന് കഴിച്ചു. എനിക്ക് സ്ഥലത്തോട്ട് പോകുന്നത് നമ്മൾ പന്തൽ എന്ന് പറയുന്നത് ഒരു കോഫി ഷോപ്പാണ്. സ്റ്റൈ പ്ലസിൻ്റെ ജസ്റ്റ് നിയറസ്റ്റ് ആണ് ഇത്. അപ്പം ഇവിടെ ഈ പന്തലിൻ്റെ ഇവിടെ വന്ന് ഇവിടെ ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മഞ്ചേട്ടൻ പറഞ്ഞു എനിക്കൊരു കോഫി വേണം. അങ്ങനെ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നപ്പോൾ അപ്പം ഞാനും പറഞ്ഞു എനിക്കും വേണം. അങ്ങനെ ഒരു ഫിൽറ്റർ കോഫി ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ ബ്ലൂബെറി മഫിൻസ് അവിടെ കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇത് മഫിൻസ് വേണം. അങ്ങനെ 2 മഫിൻസിന് 70 rupees. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ, നല്ല മഫിൻസ് ആയിരുന്നു. അപ്പം ആ 2 മഫിൻസും എടുത്തു.
നമ്മൾ 2 ഫിൽറ്റർ കോഫിയും പറഞ്ഞു. ഇനിയാണ് രസം. ഇനി ഇത് അവിടെ അതിന് മുമ്പ് അത് കഴിഞ്ഞിട്ട് അവിടെ പോയി ഇപ്പം ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്താണ്. അവിടെ ഒരുപാട് ഐറ്റങ്ങളുണ്ട്, മഫിൻസ് ഇഷ്ടം പോലെ ഉണ്ട്, പപ്സ്, കോക്കനട്ട് എടുക്കണം. ഇനി ഞാൻ ഈ വീഡിയോ എൻ്റെ മൊബൈൽ അങ്ങ് അവിടെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കണ്ടേ, എനിക്കത് കിട്ടുന്നില്ല. അപ്പം ഞാൻ ഈ മൊബൈൽ ഇവിടെ ഫിറ്റ് ചെയ്യണം. അപ്പം നോക്കുമ്പോൾ ഉണ്ട് തൊട്ടപ്പുറത്ത് ഒരു അങ്കിളും ഒരു ആൻറ്റി ഇരിപ്പുണ്ട്. അപ്പോൾ അവരെന്നെ നോട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ ഇതെങ്ങനെയെങ്കിലും ഒക്കെ ഇതൊന്ന് വെച്ചിട്ട് എനിക്കിതൊന്ന് എടുക്കണം എന്നുള്ള ആ ഒരു കോൺസെൻട്രേഷനിലാണ് ഞാൻ ചെയ്തത്. കണ്ട് 2 ഫിൽറ്റർ കോഫി വന്നു, അതിൻ്റെ കൂടെ ഈ മഫിൻസ് വന്നു. ഞാൻ എങ്ങനെയൊക്കെയോ ഈ ഒരു മൊബൈൽ എൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഞാനിത് ചെയ്യുകയാണേ. ബ്രൗൺ ഷുഗർ ആയിരുന്നു, എന്നാലും നല്ല രസമായിരുന്നു. നല്ലൊരു കോഫിയായിരുന്നു കേട്ടോ, നല്ല അടിപൊളി കോഫിയായിരുന്നു. പന്തൽ, നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ തിരുവനന്തപുരത്താണ് താമസിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വന്ന് ഈ ഒരു കോഫി ടേസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ബ്ലൂബെറി മഫിൻസും കഴിച്ചു. അതിങ്ങനെ ഇരുന്ന് കഴിക്കുന്നത്. ഞാനപ്പോൾ ഇതെല്ലാം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മടിയോടുകൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇത് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ഞാനിത് അടുത്തത് ഞാൻ പറഞ്ഞതുപോലെ വുഡ്ലാൻഡിലാണ് പോയത്. അപ്പം അവിടെയും പോയി ജസ്റ്റ് ഷൂ എടുക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ചുറ്റുമൊക്കെ ഉള്ള 50% ഓഫ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ മനുഷ്യരുടെ എടുത്ത ഷൂവിന് അത് കിട്ടിയില്ല. അപ്പോൾ ഇതേ കൊണ്ട് ഇന്നത്തെ വീഡിയോ ക്ലോസ്.